ഹലോ, ഇത് അരുണാണേ. അപ്പം ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞങ്ങൾ നോക്കിയപ്പം ഏതാണ് നല്ലൊരു ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലം. പക്ഷെ നമുക്കൊരു ഷോർട്ട് ടൈമിൽ പോകാനുള്ള സ്ഥലമാണ്. കാരണം ഒത്തിരി ദൂരേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ വൈഫ് പറഞ്ഞു ഇവിടെ അടുത്ത് പെരുന്തേനരുവിയുണ്ട്. അപ്പം ഞങ്ങൾ പെരുന്തേനരുവിയിലോട്ട് പോയാലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. നല്ലൊരു മനോഹരമായ ഒരു വാട്ടർഫാൾസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും മനോഹരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്നപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പ് ഹൗസാണ്. അതിനുശേഷം നമുക്ക് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കാണാം, താഴോട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം. ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, നല്ല പൊങ്ങി വരുന്ന വെള്ളം. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വേപ്പേഴ്സായിട്ട് പോകണം, കാണാൻ ഭയങ്കര രസമാണ്. ശരിക്കും ഇത്രയും ഒരു ഭംഗിയുണ്ടെന്ന് ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. അതങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ആയിരിക്കും എന്നൊരു ചിന്താഗതിയിലാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടാൽ പേടിയാവുന്ന ഒരു രീതിയിലുള്ള ശക്തിയാണ്. അത്രമാത്രം ശക്തിയിലാണ് ഇത് പതഞ്ഞ് ചാടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല പാടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടണം. അവർക്കൊരിക്കലും നിൽക്കാൻ ഇരിക്കാൻ തോന്നുന്നില്ല. ഇറങ്ങി ഓടണ ചിന്താഗതിയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു കുറച്ച് ഫാമിലീസ് ഉണ്ട്. ഒരു 6-7 ഫാമിലീസ് ഉണ്ടായിരുന്നു. കൂടുതലും ഫാമിലീസായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഒരു 6-7 ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് അവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഞങ്ങൾ ചെന്നതിന് ശേഷം പോരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒത്തിരി തിരക്കായിരുന്നു. പക്ഷേ ഇത്രയും തിരക്കൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. അവിടെ നമുക്ക് ഡേഞ്ചർ ബോർഡൊക്കെ കാണാൻ പറ്റും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒത്തിരി അപകടങ്ങൾ നടന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റില്ല. പിന്നെ പിള്ളേരും കൂടെ പോകുമ്പോൾ ഭയങ്കര അവരെ നമുക്ക് പിടിച്ച് നിർത്തണമെങ്കിൽ ഭയങ്കര പാടാണ്. അവിടെ നമുക്ക് പലപ്പോഴും ബോർഡൊക്കെ കാണാൻ പറ്റും. പിള്ളേരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ബോർഡ് കാണാൻ പറ്റും. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഫോട്ടോസ് എടുക്കുന്നു, സെൽഫീസ് എടുക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് ചൂണ്ടയിടുന്നു. ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഇരുന്നു. അത്രയും സമയം ഇരിക്കാനുള്ളൊരു സ്ഥലമാണ്. കുറച്ച് സമയം പോയി ഇരിക്കാനുള്ളൊരു നല്ലൊരു പ്ലേസാണത്. ആ വെള്ളം പതിഞ്ഞ് പൊങ്ങുന്നത് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ കുറേ സമയം ഞങ്ങളത് നോക്കിയിരുന്നു. നമുക്ക് എത്ര കണ്ടാലും ഒരു വെള്ളം പൊതിഞ്ഞാടുന്നത് നമുക്കത് എന്താ പറയുക, മടുക്കില്ല. അത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ ഒരിക്കലും മടുക്കില്ല. അതാണ് അത്രയും നല്ലൊരു ബ്യൂട്ടിയാണ് അവിടെ കാണാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ പോകേണ്ട സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഴക്കാലത്ത് പോയാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത്രയും നല്ലൊരു വ്യൂ കിട്ടത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ഈ മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ശക്തി കിട്ടത്തില്ല. കാരണം ഇപ്പം ഡാം തുറന്ന് വെച്ചേക്കുവാണ്. ഡാം തുറന്നിട്ട് ആ വെള്ളമാണ് ഇത്രയും ശക്തിയുള്ള വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് കാണാം, ചെറിയ വാട്ടർഫാൾസൊക്കെ കാണാൻ പറ്റും. ഇതിനോട് ചേർന്ന് ചെറിയൊരു ജലവൈദ്യുത പദ്ധതിയൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന പ്രദേശമാണ്, ആദ്യം കാണുന്ന പ്രദേശമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഗ്രീനിഷാണ്, നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ബാക്കിൽ നല്ല ഗ്രീനിഷാണ്, 2 സൈഡിലും നല്ല പച്ചപ്പാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വീക്കെൻഡിലൊക്കെ പോയി കുറച്ച് സമയം ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇത്. ശരിക്കും നമുക്ക് റാന്നിയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റേഴ്സ് കാണും. 15 കിലോമീറ്റേഴ്സ്, 15 to 17 കിലോമീറ്റേഴ്സാണ്. ഞങ്ങളുടെ വീട് മന്നവരുതിയാണ്. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റേഴ്സ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ഇത്രയും അടുത്ത് കിടന്നിട്ട് നമ്മളിത് പോയി കണ്ടിരുന്നിട്ടില്ല. കാരണം നമ്മൾ വീടിൻ്റെ അടുത്തേക്കുള്ളത് നമുക്ക് അത്രമാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ പോയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത്. ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ശരിക്കും നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു. കാരണം ഇത്രയും മനോഹരമായൊരു വാട്ടർഫാൾസ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അത് ആ പതിഞ്ഞ് പൊങ്ങുന്ന വെള്ളത്തിനാണ് ഭയങ്കര ഒരു അട്രാക്ഷൻ. ഒത്തിരി ഫാമിലീസ് ഒന്ന് ഫോട്ടോസ് എടുക്കുന്നു. പലപ്പോഴും നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ ഭയങ്കര ഒരു പേടി തോന്നും. എനിക്ക് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു പേടി തോന്നും. അത്രമാത്രം അതിൻ്റെ ആ ഒരു ശക്തി കാണുമ്പോൾ നമുക്കൊരു ആ ഒരു ഫീലിംഗാണ് നമുക്കുണ്ടായത്. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. കുറേ സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും. അങ്ങനെ ഒത്തിരി പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ഒത്തിരി പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ കുറേയധികം ആൾക്കാർ അവിടെ താഴെ റിലാക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഫാമിലീസ് താഴ്ഭാഗത്ത് ഇരുന്ന് പിള്ളേരെ കളിപ്പിക്കുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു രസമാണ്. നമുക്ക് 2 പിള്ളേരാണ് ഉള്ളത്. മൂത്തവൻ്റെ പേര് നദാൻ, ഇളയവൻ്റെ പേര്
സോറി, മൂത്തവൻ്റെ പേര് എഡ്വേർഡ്, ഇളയവൻ്റെ പേര് നഥാൻ. 2 പിള്ളേരാണ് ഉള്ളത്. ഇവരെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും പാടുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഈ വെള്ളം കണ്ടപ്പോഴത്തേക്കും അതിലോട്ട് ഇറങ്ങണം. അവർക്കറിയില്ലല്ലോ ഇതിൻ്റെ അപകടം, അല്ലെങ്കിൽ ഇറങ്ങിയുള്ള പ്രശ്നത്തെപ്പറ്റി അവർക്കറിയില്ലല്ലോ. അവർക്കത് കണ്ടപ്പോഴത്തേക്കും അവിടെ ഇറങ്ങണം. മൂത്തവനാണെങ്കിൽ താഴോട്ട് പോകണം. അങ്ങനെ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഇളയവനെ നമുക്ക് പിടിച്ചാൽ നിൽക്കില്ല. അത്രമാത്രം അവൻ ഫോഴ്സ് ചെയ്യും. കാരണം അവന് താഴോട്ട് പോകണം. ഈ വെള്ളം കാണുമ്പം പോകാൻ വേണ്ടി ഒരു ആഗ്രഹമാണ്. നമ്മൾ കാണാൻ പറ്റും ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ ചെറിയൊരു നടക്കാനുള്ള ഒരു പാതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. താഴെ കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട്, വെറുതെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഹോട്ടലും അതുപോലെ റിസോർട്ടൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ പോയി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നു. കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ വരുന്ന ഭാഗത്ത് തന്നെയാണ് ഹോട്ടലുള്ളത്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതുപോലെ കുറച്ച് എന്താ പറയുക, പാറക്കൂട്ടങ്ങളും പിന്നെ ആ വാട്ടർഫാൾസുമാണ് ഉള്ളത്. പിന്നെ ഇതിനോട് ചേർന്ന് ചെറിയൊരു പാർക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ കാര്യമായിട്ട് പാർക്കല്ല, ജസ്റ്റ് ചെറിയൊരു പാർക്ക്. കുഞ്ഞു പിള്ളേർക്ക് ഇരുന്ന് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് മാത്രമാണ്. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഡെവലപ്പാക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇത് മഴക്കാലത്ത് മാത്രമേ ഇത്രയും ശക്തമായ വെള്ളമുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഗവൺമെൻറ് ഒന്നും അത്രമാത്രം ഒരു സൈഡിലോട്ടൊരു പാർക്ക് പോലെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാത്തതെന്ന് തോന്നുന്നു. പക്ഷെ മഴക്കാലത്ത് നല്ല വ്യൂ ആണ്. നമുക്കത് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഭയങ്കര ശക്തിയിലൊഴുകുന്ന ആ ഒരു വെള്ളമാണ്. ഭയങ്കര ശക്തിയിലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഇതിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു പേടി തോന്നും. അത്രമാത്രം ഇതിൻ്റെ ഒരു ഫോഴ്സാണ്. കാരണം ആ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് വേപ്പേഴ്സായിട്ട് പറക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു ശക്തി ഉണ്ട്. ആ ഒരു പതഞ്ഞ് പൊങ്ങുന്ന, പലപ്പോഴും കണ്ടാൽ പേടി തോന്നും. അത്രമാത്രം പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളത്. ഒത്തിരി ഫാമിലീസ് വന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഫാമിലീസ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഒരു 6-7 ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ ഫാമിലീസ് വരുന്നുണ്ട്. ഞങ്ങൾ കുറേ സമയം ഇരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഇളയ കുട്ടിക്കാണെങ്കിൽ അവന് താഴോട്ട് പോകണം, കാണണം, വെള്ളം കാണണം എന്ന് ഭയങ്കര വാശിയായിരുന്നു. അവന് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവനെയും കൊണ്ട് ഞങ്ങൾ നേരത്തെ ട്രിപ്പ് പോയിരുന്നു. ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോയിരുന്നു 1 വർഷം മുമ്പ്. അവന് 6 മാസം പ്രായം ഉണ്ടായിരുന്ന സമയത്ത്. അന്നും അവന് വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഈ ഓണത്തിന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും തീരുമാനമായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജസ്റ്റ് ഈ സൺഡേ കിട്ടിയപ്പോൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത് എല്ലാവരും പോയി കാണേണ്ട ഒരു വാട്ടർഫാൾസ് ആട്ടോ. അപ്പോൾ റാന്നിയിലൊക്കെ ഉള്ള ആൾക്കാർ, റാന്നിയോട് ചേർന്നുള്ള ആൾക്കാർ മസ്റ്റ് ടൈം പോയി കാണേണ്ട ഒരു വാട്ടർഫാൾസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഈ സമയം ഒരു റെയിനി സീസണിൽ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാറക്കൂട്ടങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഈ വാട്ടർഫാൾസ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇവിടെ ഡാം തുറന്നു വെച്ചിരുന്ന അത്രയും ശക്തിയിൽ വെള്ളം നമുക്ക് ഒഴുകുന്നു. എനിക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേട്ടന് കുറേ സമയമായിട്ട് ഇന്ന് ചൂണ്ടയിടുവാണ്. കിട്ടിയോയെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേ സമയമായിട്ട് നമുക്ക് വെള്ളത്തോട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹെഡേക്കും അതുപോലെ എന്താ പറയുക, എന്തോ ഒരു ഫീലിംഗ്, ഒരു തലകറക്കം പോലെയൊക്കെ ഫീലിംഗ് ഒക്കെ ഉണ്ടാകും. കാരണം അത്രമാത്രം ശക്തിയിൽ ഒഴുകുന്ന വെള്ളമാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ഇളയ കൊച്ച്, ഇളയവൻ്റെ പേര് നഥാൻ, അവനിങ്ങനെ ഇറങ്ങി ഓടമാണ്. മിസ്സുടെ പാറയൊക്കെ ഇങ്ങനെ വലിയ കുഴപ്പമില്ല. കാരണം തെറ്റിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പായലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഈ പിള്ളേരെ കൊണ്ട് വരുമ്പോൾ അതാണ് ഏറ്റവും നമുക്കൊരു പ്രശ്നം ഫീൽ ചെയ്യുക. പിള്ളേർക്ക് ഇറങ്ങി ഓടണം, നടക്കണം, വെള്ളം കാണണം, വെള്ളത്തിനടുത്തോട്ട് പോകണം എന്നുള്ള ചിന്താഗതിയാണ് പിള്ളേർക്കുണ്ടാവുക. ഇളയവൻ ജസ്റ്റ് 1.5 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ, 1.5 വയസ്സ് പൂർത്തിയായേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ് അവനെയും കൊണ്ട് നമ്മൾ നടക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം അവന് ഭയങ്കര ഓട്ടമാണ്. അവന് ഓട്ടവും അവന് നടക്കുകയല്ല, അവന് ഓടുകയാണ്. ഓടി അവനിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ഇതിൻ്റെ താഴ്ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ മുകളിൽ നിന്ന് ആണ് എടുത്ത വീഡിയോ ഞങ്ങൾ ആദ്യം കണ്ടത്. ഇപ്പോൾ നമ്മൾ താഴ്ഭാഗമാണ്. താഴ്ഭാഗത്ത് ഞങ്ങൾ വരുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ നമ്മുടെ നമ്മളെ ബീച്ചൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു വെള്ളം വന്ന് ചാടുമ്പം ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വേവ്സ്, നല്ല രസമാണ്. ആ ഒരു നമ്മളൊരു ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ കാണില്ലേ,
ഒരു വേവ്സ് വരുന്നത്. അതുപോലെ ഒരു മനോഹരമായ വേവ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അത് കുറച്ച് സമയം നമ്മൾ ഇന്ന് കുറച്ച് സമയം കാരണം പിള്ളേർക്ക് ഒരിക്കലും ഇവിടുന്ന് പോകണം തോന്നുന്നില്ല. നമ്മൾ മക്കളെയും കൊണ്ടൊക്കെ വരുമ്പോൾ ഒട്ടും അവർക്കൊട്ടും നമുക്ക് പോകാൻ തോന്നിയാലും അവർക്ക് പോകാൻ തോന്നുന്നില്ല. അവർ വാശി പിടിച്ചുകൊണ്ടിരിക്കും. നിൽക്കണം, കാണണം കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഇതൊരു നല്ലൊരു എന്താ പറയുക, നമുക്ക് റിലാക്സ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ്. കുറച്ച് സമയം വന്നിരിക്കാം, വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, അത്രമാത്രം ഡേഞ്ചറില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാൽ നമുക്ക് ഒട്ടും നമുക്ക് പിടിച്ച് നിൽക്കാൻ നീന്തൽ അറിയാവുന്നവർക്ക് പോലും ഇതിൽ ഇറങ്ങാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഒത്തിരി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല ഒരു വാട്ടർ ഫാൾസാണ്. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഏത് സമയത്തും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ വരുമ്പം ഒരു റെയിനി സമയത്താണെങ്കിൽ നമുക്ക് ഇത്രയും കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഒരു മഴയുണ്ടായിരുന്നു. അതാണ് ഇത്രയും ഒരു വെള്ളം കാണാൻ പറ്റുന്നത്. മൂത്തവൻ എൻ്റെ വീട്, അവൻ ഈ വെള്ളം കാണുമ്പോൾ അവൻ അതിലോട്ട് ഇറങ്ങണം എന്നൊരു ഭയങ്കര ഒരു ടെൻഡൻസി അവന്. ഞങ്ങൾ കുറേ സമയം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ മൊത്തം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡാമും കാണാൻ പോയിരുന്നു. ഡാം ഇതിനോട് ചേർന്ന് തന്നെയാണ്, അധികം ദൂരമില്ല. ഇവിടുന്ന് ഒരു 800 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഡാമിലോട്ടുള്ളൂ. ഡാമിലും പോയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സമയം നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പിള്ളേർ വഴക്കും ഒരു വെള്ളത്തിലോട്ട് ഇറക്കണം എന്നൊക്കെയുള്ളൊരു ടെൻഡൻസി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രമാത്രം നിൽക്കാൻ പറ്റിയില്ല. എഡ്വേർഡാണെങ്കിൽ എന്തൊക്കെയോ എഴുതുകയാണ്. അവന് എഴുതി എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല, എന്നാലും അവൻ എന്തൊക്കെയോ എഴുതാൻ ശ്രമിക്കുകയാണ്. എനിക്കൊന്നും അവൻ്റെ പേരാണ് അവൻ എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാട്ടോ. ഇത്രയും നല്ലൊരു വൈബ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടില്ല. കാരണം ഒരു ഷോർട്ട് ടൈമിൽ റാന്നിയിലേക്കാണെങ്കിൽ, റാന്നി ഈ ഭാഗങ്ങളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ നമുക്ക് ജസ്റ്റ് പോയി കാണാൻ പറ്റിയ ഒരു സമയമാണ്. ഞങ്ങളൊരു 2 hours സ്പെൻഡ് ചെയ്തു. ഏകദേശം 3 hours കൊണ്ട് തിരിച്ചു വന്നു. ഇതാണ് ഇപ്പോൾ കാണുന്നതാണ് ഡാം തുറന്നിട്ട് കാണാം. ഡാമിലെ വെള്ളമാണ് ചാടുന്നത്, പതഞ്ഞ് പൊങ്ങുന്നതാണ്. ആ ഒരു ഭയങ്കര മനോഹരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഡാം തുറന്നേക്കുന്നതും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ടി വിയിലൊക്കെ കണ്ടത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ശരിക്കും ഡയറക്റ്റായിട്ട് നമ്മൾ ഡാമിങ്ങനെ തുറന്നിട്ട് കണ്ടില്ല. ഭയങ്കര ഡാം തുറന്ന് താഴോട്ട് വരുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് ആ ഒരു വെള്ളം ഇങ്ങനെ പൊങ്ങിച്ചാടുന്ന കാണാൻ. പിന്നെ അപ്പുറത്തോട്ട് അതിൻ്റെ ഒരു ചെറിയൊരു റിസർവെയറും വെള്ളം കെട്ടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആ വെള്ളം പതഞ്ഞ് പോണ കാണാൻ കേട്ടോ ഭയങ്കര മനോഹരം. ഭയങ്കര ഒരു രസമാണ് ഒരു വെള്ളം ഡാമിൽ നിന്ന് ചാടി അത് പതഞ്ഞിങ്ങനെ പൊങ്ങി പോകുന്ന കാണാൻ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു വെഡ്ഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോകുന്ന ഒരു സമയമാണ്. ഞങ്ങളിതിൻ്റെ മറുകരയും കൂടെ ഞങ്ങൾ പോയിരുന്നു. ഇതിൻ്റെ ഈ ഒരു പാലം, ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ജലവൈദ്യുത പദ്ധതി. കുറേയധികം ആൾക്കാർ ഞങ്ങൾ ചെന്ന സമയത്തോടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചു പോകുന്നു. പലരും ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്നത് കാണാം. പിന്നെ അടുത്തൊരു വീട്ടിൽ വെഡ്ഡിങ് നടന്നുകൊണ്ട് അവർ അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്നിരുന്നു. ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ചെറിയൊരു ജലവൈദ്യുത പദ്ധതിയാണെന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ചെറിയൊരു ജലവൈദ്യുത പദ്ധതിയാണ്. അത് വെള്ളം ചാടുന്ന ഒരു ഭംഗിയാണ്. ഭയങ്കര ഒരു മനോഹരമായൊരു വ്യൂ ആണിത്. ശരിക്കും അതിൻ്റെ ഒരു മനോഹരമായിട്ട് തോന്നാൻ കാരണം അപ്പുറത്തും ഇപ്പുറത്തും നല്ല പച്ചപ്പും ആ ഒരു വനം പോലെ, ചെറിയൊരു വനമാണെന്ന് തോന്നുന്നു. ഇതിനോട് ചേർന്ന് വനം പോലെയുണ്ട്. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടിയിലോട്ട് നമ്മളെ ഈ ഒരു പ്രദേശത്തെ ഭംഗിയാക്കി മാറ്റുന്നു. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. നിങ്ങൾ മിസ്സാക്കരുത്. നല്ലൊരു പ്രദേശമാണ്. റാന്നി ഭാഗങ്ങളുടെ